കഴിഞ്ഞ ദിവസം നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി റിപ്പോർട്ടർ ചാനലിലൂടെ നടത്തിയ നിർണായകമായ ഒട്ടേറെ വെളിപ്പെടുത്തലുകളുടെ കൂട്ടത്തിൽ ആലുവ സബ് ജയിലിൽ വിചാരണ തടവുകാരനായി ദിലീപ് കിടക്കുമ്പോൾ അവിടെ ജയിൽ സൂപ്രണ്ടായിരുന്ന ബാബുരാജ് എന്ന ഉദ്യോഗസ്ഥനെ ദിലീപ് നിരന്തരമായി കുടിപ്പിച്ച് മദ്യത്തിന് അടിമയാക്കിയ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ഏതാനും വർഷം മുൻപ് സിനിമാ നിർമ്മാതാവായ ബാലേന്ദ്രകുമാർ അദ്ദേഹവും റിപ്പോർട്ടർ ചാനലിലൂടെ നടത്തിയ കേരളം ഞെട്ടിയ വെളിപ്പെടുത്തൽ ഉൾക്കൊള്ളുന്ന അഭിമുഖം. അതിൽ അദ്ദേഹം ആലുവ സബ് ജയിലിൽ വെച്ച് ദിലീപിനെ കണ്ട രംഗം അതിൽ വിവരിക്കുന്നുണ്ട്. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ അതിഥികളെ പോലെ കസേരയിൽ ഇരുന്നാണ് താനും ദിലീപുമായി സംസാരിച്ചതെന്നും തന്റെ വീട്ടിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നതിന്റെ വീഡിയോ താൻ കണ്ടുകൊണ്ടിരുന്ന വിവരം ആരോടും പറയരുതെന്ന് തന്നോട് അവിടെ വെച്ചാണ് ദിലീപ് ആവശ്യപ്പെട്ടതെന്നും ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ഈ രണ്ടുപേരുടെയും വെളിപ്പെടുത്തലുകളുമായി മറ്റൊരു സംഭവത്തെ കൂട്ടി വായിക്കുമ്പോഴാണ് ദിലീപ് എന്ന കൊടും ക്രിമിനലിനെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി നമ്മുടെ ഔദ്യോഗിക സംവിധാനത്തിന്റെ ഉന്നതങ്ങളിൽ നിന്ന് പോലും ഉണ്ടായ നീചമായ ഇടപെടലുകളുടെ ചിത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. അക്കാലത്ത് വിവാദമായി മാറിയെങ്കിലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒന്നായിരുന്നു ആ ഘട്ടത്തിൽ കേരളത്തിലെ ജയിൽ DGP ആയിരുന്ന R ശ്രീലേഖ IPSന്റെ ആലുവ ജയിൽ സന്ദർശനം. അക്കാലത്ത് തന്നെ ആ സന്ദർശനത്തിന് പിന്നിലെ ഉദ്ദേശത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്നും സംശയങ്ങൾ ഉയർന്നു വരികയും അതിനെ ന്യായീകരിച്ച് മെഴുകാൻ അവർ വല്ലാതെ പരിശ്രമിക്കുന്നതും മാധ്യമങ്ങളിലൂടെ നാം കണ്ടതാണ്. ഈ അടുത്ത കാലത്ത് അവരുടെ റിട്ടയർമെന്റിന് ശേഷം പോലും ഒരു അഭിമുഖത്തിൽ ഈ സന്ദർശനത്തെ ന്യായീകരിക്കാൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നതും കാണുകയുണ്ടായി. സ്ത്രീ പുരുഷ ഭേദമന്യേ നീതിമാന്മാരും അഴിമതി വിമുക്തരുമായ ഉദ്യോഗസ്ഥരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മലയാളികൾക്കിടയിൽ വളരെ ഉന്നതമായ ഒരു സ്ഥാനമുണ്ടായിരുന്ന കേരളത്തിലെ ആദ്യത്തെ മലയാളി വനിതാ IPS ഓഫീസറാണ് R ശ്രീലേഖ. ചിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേഴ്വി ഇല്ലാത്തതും സമാനതകൾ ഇല്ലാത്തതുമായ തരത്തിൽ ഒരു പാവം പെൺകുട്ടി ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയായ കേസിലെ ബുദ്ധികേന്ദ്രമെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടിയായിരുന്നു സംസ്ഥാന ജയിൽ DGPയുടെ ആലുവ ജയിൽ സന്ദർശനം ഉണ്ടായതെന്ന് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ സാധൂകരിക്കുന്നവയാണ് നേരത്തെ പറഞ്ഞ വ്യക്തികളുടെ വെളിപ്പെടുത്തലുകൾ. അഴിമതി വീരന്മാരും അനീതിയുടെ അപ്പസ്തോലന്മാരുമായ പല പുരുഷ ഉദ്യോഗസ്ഥന്മാരെയും കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പാവം പെൺകുട്ടി മനുഷ്യത്വരഹിതമായി മൃഗീയമായി ആക്രമിക്കപ്പെട്ട ഒരു കേസിൽ പ്രതിയായ വ്യക്തിക്ക് ജയിലിൽ അനർഹമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാണെന്ന ആരോപണം ഉയർന്നപ്പോൾ അത് കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയെ അല്പമൊന്നുമല്ല പിടിച്ചുലച്ചത്. മനസാക്ഷിയുടെ കണിക പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഇന്ന് ജനങ്ങൾ കാണുന്ന ഈ സ്ത്രീയാണ് പെൻഷൻ പറ്റിയതിന്റെ പിറ്റേ ദിവസം BJPയിൽ ചേർന്നത്. അതുകൂടി അറിയുമ്പോഴാണ് ആ ചിത്രം പൂർണ്ണമാകുന്നത്.